ഹലോ, ഇന്ന് നമ്മൾ പപ്പായ വെച്ചിട്ട് നമ്മളുടെ നാട്ടിൽ അതിനെ കപ്പങ്ങ, ഓമയ്ക്ക, പപ്പായ എന്നൊക്കെ പറയും. നിങ്ങളെന്താ ഇനി സ്പെഷ്യൽ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കിഡിലിൻ ഊണിന് പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയൊരു പപ്പായയുടെ പകുതി ഭാഗം ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സവാളയും 1-2 പച്ചമുളകും കൂടെ കീറി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വാടിയൊന്നും കിട്ടണ്ട. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പപ്പായയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയാണ് ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് ഈ ഒരു പപ്പായ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, കാരണം പപ്പായ ഒന്ന് ആവി കയറുമ്പോൾ തന്നെ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 3/4 കപ്പ് അളവിൽ തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മുളക് പൊടി, അത്യാവശ്യം എരിവുള്ളതാണ് കേട്ടോ, അതും പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്നതിനൊപ്പം തന്നെ ഒരു 4-5 ഉള്ളിയും കൂടെ, ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ച് വയ്ക്കുക. ഇപ്പോൾ പപ്പായൊക്കെ നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി കാണാനൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഒരു ഗ്രേവിയും കൂടെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഉപ്പ് പാകമല്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കറി ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. ആവശ്യത്തിന് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും ഒരു 4-5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് താളിക്കുക. ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ 1-2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ഇട്ടിട്ട് താളിച്ചെടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പെട്ടെന്ന് നമ്മളുടെ വീട്ടിൽ ഒക്കെ ഉണ്ടാവണ പപ്പായയിൽ ഇപ്പോൾ പെട്ടെന്ന് പപ്പായ കൊണ്ടിട്ട് നല്ലൊരു അടിപൊളി കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്കുക. നമ്മുടെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. എങ്കിലാണ് നമ്മുടെ പിന്നീടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.